കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം നമുക്ക് വളരെ പരിചിതമായ ഒരു വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് അനേക ദൈവദാസന്മാരാൽ വായിച്ച് കേൾക്കപ്പെട്ടതും അനേക ദൈവദാസന്മാരിലൂടെ ആലോചനകൾക്കൊത്തവണ്ണം സമർപ്പിതമായ ജീവിതം നയിപ്പാൻ നമ്മെ വിനയപ്പെടുത്തുകയും നല്ല തീരുമാനങ്ങൾക്കൊത്തവണ്ണം ജീവിപ്പാൻ സമർപ്പിക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിലെ താഴ്ചകളും വീഴ്ചകളും വേദനകളും നൊമ്പരങ്ങളും വ്യഥകളും വേദനകളും ഒക്കെയുള്ള ചില അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ദാവീദ് 40-ാമത്തെ സങ്കീർത്തനം എഴുതിയപ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെയാണ്: നാശകരമായ കുഴിയിൽ നിന്നും ഒഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി വിശ്വാസപാതയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ പല അനുഭവങ്ങൾ, പലവിധമായിരിക്കുന്ന ശോധനകൾ, പലവിധമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ഇതൊക്കെ ഒരു വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നിരാശാത്മകമായ അവസ്ഥയിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളാണ്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികമായ ഒരു വ്യഥ നമ്മുടെ മനസ്സിലുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം വിളിച്ച് തന്നെ വലിയൊരു സ്ഥാനത്താക്കി. ആ സ്ഥാനത്ത് നല്ല സിംഹാസനവും കൊട്ടാര സമമായ വീട്, അതേ തന്നെ പരിചരിക്കുവാനുള്ള ആളുകൾ, അംഗരക്ഷകർ, ഒരു രാജ്യത്തിന്റെ സകല അധികാരത്തെയും പിടിച്ചെടുത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളും തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അതോ തനിക്കൊരു അലങ്കാരമായിട്ടും അഭിമാനമായിട്ടും താൻ കൊണ്ടു നടക്കുന്ന സമയത്ത് നാഥാൻ പ്രവാചകൻ ആ വീട്ടിലേക്ക് കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. കഥയ്ക്ക് ശേഷം ദാവീദ് പറഞ്ഞു, അങ്ങനെ ഒരാൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഞാൻ ഭരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ്. ആ തെറ്റ് ചെയ്തത് നീയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയായ കാര്യമല്ല, വളരെ പ്രയാസങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ദാവീദ് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, കാൽക്കൽ വീണ് കരഞ്ഞു. ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയി, ദൈവത്തിൽ നിന്നും അകന്നു പോയി, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് പുതിയൊരു ആത്മാവിനെ നൽകണമേ എന്ന ദാവീദ് ഏറ്റുപറഞ്ഞ് കരയുന്ന ചിത്രമാണ്. ആ ദാവീദാണ് പറയുന്നത്, ഞാൻ കുഴഞ്ഞ ചേറ്റിലേക്ക് വീണുപോയി. സ്വാഭാവികമായി ചില പ്രശ്നങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ചേർന്ന സമമായ ഒരു വലിയ കുഴിയുടെ അനുഭവമാണ് ഇവിടെ കാണുന്നത്. വേദപുസ്തകത്തിൽ പല കുഴികളുണ്ട്, പല പൊട്ടക്കിണറുകളുണ്ട്, പല താഴ്ചകളുണ്ട്, പല വീഴ്ചകളുണ്ട്, കണ്ണുനീരുണ്ട്, വ്യഥയുണ്ട്, വേദനകളുണ്ട്. അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. ഈ ദൈവദാസൻ വളരെ വേദനയോടുകൂടെ ദൈവസന്നിധിയിൽ പറയുകയാണ്, എന്റെ നിലവിളി കേൾക്കണമേ. 70-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, വേഗം വരണം എന്നെ വിടിവിക്കുവാൻ. ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് വലിയ സങ്കല്പങ്ങളുണ്ട്, ദൈവത്തിന് കാഴ്ചപ്പാടുകളുണ്ട്. ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ അർഹതയുള്ള സ്ഥാനത്ത് കൊണ്ടയാക്കുന്ന ദൈവമാണ്.
ദൈവികമായ ചില ഉദ്ദേശങ്ങൾ നിറവേറുവാൻ വേണ്ടിയാണ്, ചില കാര്യങ്ങളെ നടത്തിയെടുക്കാൻ വേണ്ടിയാണ്, ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ കരുതാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പലവിധമായ കാര്യങ്ങൾക്കും വേണ്ടി ദൈവം നമുക്ക് ഓരോ പൊസിഷൻ തന്ന ഒരു സ്ഥലത്ത് നമ്മെ നിലനിർത്തുമ്പോൾ നാം അത് തിരിച്ചറിയണം. എന്തിനാണ് എന്നെ ഇവിടെ ആക്കിയത്? എന്നിലൂടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പ്രവൃത്തികൾ ചെയ്യാനുണ്ടോ? എന്നിലൂടെ ആർക്കെങ്കിലും സഹായം കൊടുക്കേണ്ടതുണ്ടോ? എന്നിലൂടെ ഏതെങ്കിലും വ്യക്തികൾക്ക് ജീവിതം കൊടുക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ദൈവികമായിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ആ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബിന്റെ ഒരു മകനാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നത് ജോസഫ് കണ്ടതായിരിക്കുന്ന ഒരു സ്വപ്നം മാതാപിതാക്കളെ തന്റെ സഹോദരന്മാരോടും പറയുകയാണ്. 11 സഹോദരന്മാരും മാതാപിതാക്കളും എന്നെ നമസ്കരിക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിലൂടെ പറയുകയാണ്. അത് മറ്റു സഹോദരന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. നീ വലിയവനാകത്ത്, നിന്നെ ഞങ്ങൾ വന്ദിക്കുമോ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുമോ, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ കടന്നു വന്നു. അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നു. ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ആളുകളെ മേയ്ക്കാൻ പോയി. ഒരു ദിനം തൻ്റെ പിതാവിനോട് പറഞ്ഞു, സഹോദരന്മാരെ കണ്ടിട്ട് വരാം. അപ്പോൾ അപ്പം പറഞ്ഞു, മോനെ നീ പോകണ്ട, അവർ നിന്നെ കൊല്ലും. കാഴ്ച മങ്ങിയതായിരിക്കുന്ന അപ്പന് ആ വെളിപ്പാട് കിട്ടി. മറ്റുള്ള മക്കളുടെ മനസ്സിലെ നിരൂപണങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ ചലനങ്ങളെ മനസ്സിലാക്കാൻ, അവരുടെ മൂളലുകളെ തിരിച്ചറിയാൻ, അവരുടെ ശ്വാസത്തെ തിരിച്ചറിയുവാൻ ഒരു പിതാവ് കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും തിരിച്ചറിയാനുള്ള കൃപ ആ വ്യക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ പോകരുത്, അവർ നിന്നെ കൊല്ലും. അവർ നിനക്കെതിരാണ്, അവരുടെ ചിന്തകളെതിരാണ്, അവരുടെ പ്രവർത്തനങ്ങളെതിരാണ്, അവരുടെ മനോഭാവം എതിരാണ്. ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, ഒരു വീട്ടിലെ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഒരു മുറിയിലാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്, ഒരേ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അവരുടെ ചിന്തകളൊക്കെ നിനക്കെതിരെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും നമുക്കെതിരെ ആരോപണങ്ങളും ആലോചനകളും ഉള്ളവരുണ്ടാകാം. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ദർശനത്തെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ഉയർച്ചകളെ, നമ്മുടെ ഉന്നമനത്തെ, നമ്മുടെ ഭൗതികമായ നന്മകളെ, നമുക്ക് ലഭിക്കപ്പെടുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് എതിരെ നമ്മളറിയാതെ ചില എതിർപ്പുകളുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാകില്ല, അതെല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല, തിരിച്ചറിയണമെന്നില്ല. ഇവിടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞൊരു പിതാവ് പറഞ്ഞു, നീ പോകരുത്. ഇല്ലപ്പ, പോയിട്ട് വരാം, നിർബന്ധം. സഹോദരനെ കാണാനുള്ള ആഗ്രഹത്തോടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ ദൂരവേ ഈ സഹോദരൻ വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ്? ഇതാ ദർശകൻ വരുന്നു. അവരെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അതിനകത്ത് കിടന്നുകൊണ്ട് അവൻ നിലവിളിച്ചു, സഹോദരന്മാരെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ? ആ സ്നേഹത്തോടെ നിങ്ങളെ കാണാൻ വന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ചില നാളുകൾക്ക് മുൻപ് നീ കണ്ടൊരു സ്വപ്നം, നീ കണ്ടൊരു ദർശനം, നീ ഉന്നതനാകും, വലിയവനാകുമെന്ന് പറഞ്ഞില്ലേ? നീ എഴുന്നേറ്റ് വരുമോ? ദൈവത്തിന്റെ ഒരു ദർശനം ജോസഫിന്മേലുള്ളായിരുന്നത് കൊണ്ട് ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു. കൈവിടാത്തൊരു ദൈവം തൻ്റെ ചിറകിന്റെ മറവിൽ രാത്രിയിൽ സൂക്ഷിച്ചു. ദൈവത്തിന് ഓരോ പദ്ധതികളും സൂക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. സമയത്തിൻ്റെ പരിധികൾക്കുള്ള ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ഈ ഭാഗങ്ങളിലൂടെ കടന്നു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് എതിരെയുള്ളവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്, കുടുംബക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, ചർച്ചക്കാരുണ്ട്, സഹക്കാരുണ്ട്, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലുണ്ട്, നമുക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്, കൂടെ പഠിക്കുന്നവരുണ്ട്, കൂടെ ഇരിക്കുന്നവരുണ്ട്, കൂടെ നടക്കുന്നവരുണ്ട്. അനേക ആളുകൾ നിന്നെ തകർക്കുക,
പദ്ധതികൾ മനസ്സിൽ വെക്കുമ്പോൾ നീ ഓർക്കണം, ചതിയുണ്ട്, എതിരുണ്ട്, എതിർപ്പുകളുണ്ട്. ദൈവം ബലപ്പെടുത്തട്ടെ, ദൈവം ശക്തീകരിക്കട്ടെ. തളർന്നു പോകാതെ ദൈവം നടത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, രോഗികളായി കഴിയുന്നവർക്കായി, ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്കായി, സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്യൻ രാജ്യത്തിലും അമേരിക്കൻ നാടുകളിലും കുടുംബമായി താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, വിവിധ മേഖലകളിൽ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെയൊക്കെ ദൃഷ്ടിയിൽ അനേകർ ഉന്നം വെച്ചിട്ടുണ്ട്. അവർക്ക് ബിസിനസ്സിനെതിരെ ഉന്നം വെച്ചിട്ടുണ്ട്, ജോലിക്കെതിരെ ഉന്നം വെച്ചിട്ടുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കെതിരെ ഉന്നം വെച്ചിട്ടുണ്ട്. അതിലൊന്നും വീഴാതെ വണ്ണം ദൈവം ഓരോ മക്കളെയും ചിറകിൻ്റെ മറവിൽ സൂക്ഷിക്കണം. നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച്